ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏകദേശമല്ല കറക്റ്റ് പറഞ്ഞാൽ നവംബർ 30 അയ്യപ്പ വിളക്കിന്റെ ആയിരുന്നു ഞാൻ ലാസ്റ്റ് എടുത്ത ലോങ് വീഡിയോ. പിന്നെ എക്സാംസും തിരക്കൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല, എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഷോർട്സ് ഇടുന്നതായാലും ഒക്കെ കുറവാണ്, എനിക്കറിയാം. പക്ഷേ ഇപ്പം എനിക്ക് എക്സാമിന്റെ തിരക്കായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഴയ പോലെ തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കോഴിക്കോടേക്ക് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ഇന്ന് 28 ആണ്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തെ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ കണ്ണാടിക്കലിൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഞാൻ ഉത്സവം പോലത്തെ ഒരു പരിപാടി എന്നാണ് ആ ഷോർട്സിൽ പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല, മഹോത്സവം തന്നെയാണ്. മഹോത്സവം നടക്കുകയാണ് അമ്പലത്തിൽ. അപ്പം കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നാളെ 29 നമ്മുടെ ഏഷ്യാനെറ്റ് ഫെയിം ആയിട്ടുള്ള സ്റ്റാർ സിംഗറിലെ അനുശ്രീന്റെയും ബൽറാമിന്റെയും ഗാനമേളയൊക്കെ ഉണ്ട്. ഇന്നും എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ഈ പരിപാടിക്ക് കൂടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഞാൻ ഈ പരിപാടിക്ക് കൂടുന്നത്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താണെന്ന് വെച്ചാൽ കുറേ റൈഡൊക്കെ ഉണ്ട്, യന്ത്രൂഞ്ഞാലും തോണിയും പിന്നെ മരണക്കിണറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറാന്നുള്ള നല്ല എക്സൈറ്റ്മെന്റിലാണ്. അപ്പം 31 വരെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല, കാരണം എക്സാമിന്റെ തിരക്കുള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ സമയമെടുക്കും. അതേപോലെ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം നല്ല സൗണ്ട് പുറത്തുണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ പാട്ടുകൾ ഇങ്ങനെ മാറി മാറി പ്ലേ ചെയ്യാണ്. നമ്മളെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ യന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. കാഴ്ച നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ മറങ്ങിയിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ലോണം കാണുന്നുണ്ട്. ആകാശത്തൊട്ടിലാണ്. നമ്മളെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നത്. മുറ്റം കണ്ടോ നിങ്ങൾ? ഫുള്ള് വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫ്രീ ആയിട്ട് പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി നടന്നിട്ട് നമ്മളെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആകാശത്തൊട്ടിലും പിന്നെ ഡിസ്കോ ഡാൻസ് ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ആകാശത്തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പോയി നടന്ന് നോക്കിയിട്ട് വന്നിട്ട് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് 4 റൈഡിൽ കയറാം. ഫസ്റ്റ് നമ്മൾ ആകാശത്തോണിയിലാണ് കയറിയിട്ടുണ്ടായത്. ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കയറിയത്. നമ്മൾ ഏറ്റവും മുകളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായത്. പക്ഷേ എങ്കിൽ സ്പീഡ് കൂടിയതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സ്പീഡായിരുന്നു. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഫോണൊന്നും കയ്യിലെടുത്തില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതിൽ കയറാമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നല്ല ആളും തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ ഞാൻ മുറുക്ക പിടിച്ചത്. അഥവാ താഴെ വീണെങ്കിൽ ഉറപ്പാണ് ഡിസ്പ്ലേ എന്തായാലും അടിച്ചു പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഡിസ്കോ ഡാൻസിൽ കയറാമെന്ന് വിചാരിച്ചു. എല്ലാ റൈഡിലും നല്ല അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ക്യൂ നിന്നു. ഇവിടെ ബ്രേക്ക് ഡാൻസ് എന്നാണ് എഴുതിയിട്ടുണ്ടായത്, പക്ഷേ ഡിസ്കോ ഡാൻസ് എന്നാണ് എല്ലാവരും പറയുന്നതൊക്കെ കേട്ടത്. കറക്റ്റ് അറിയില്ല ബ്രേക്ക് ഡാൻസ് ആണോ ഡിസ്കോ ഡാൻസ് ആണോ എന്ന്. അതും അത്യാവശ്യം രസമുണ്ടായിരുന്നു, നല്ല പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു നമ്മൾ കയറുമ്പോൾ നല്ല പാട്ട് കിട്ടിയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ കയറി ലോക്കൊക്കെ ആക്കിയിട്ടാണ് ആദ്യം ഇരുന്നിട്ടുണ്ടായത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോക്ക് ഓപ്പൺ ആയി പോയി. അതിന് വലിയ ശക്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷെ പിന്നെ ആ ലോക്ക് തുറന്നതിന് ശേഷം ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. എനിക്ക് പേടിയായി അഥവാ തെറിച്ചു പോകുമെന്നുള്ളതുകൊണ്ട്. അതിൻ്റെ അകത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് ബാക്കിയുള്ള റൈഡ്സ് ഒക്കെ കണ്ട് നമ്മൾ വിചാരിച്ച് ആകാശത്തൊട്ടിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളിൽ കയറാൻ, എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ വീടൊക്കെ കാണാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടായ സ്റ്റോളിൽ പോയിട്ട് കോളിഫ്ലവർ ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുളക് ബജ്ജിയും പാനിപൂരി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കോളിഫ്ലവറാണ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വാങ്ങി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 70 രൂപ അങ്ങാറ്റാ തോന്നുന്നുണ്ട്. സാധാരണ നമുക്കൊരു പ്ലേറ്റിന് 50 രൂപയൊക്കെ ഉണ്ടാവല്, പക്ഷേ എങ്കിൽ അതിനെക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു കോഴിയും പിടിയും കണ്ടത്. ഇത് നമ്മളെ കോയക്കട്ട ഉണ്ടല്ലോ, കോയക്കട്ടയിൽ ഇങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറീൻ്റെ കൂടെ എന്തോ 150 രൂപ അങ്ങാറ്റാ തോന്നുന്നുണ്ട്. 2-3 ആൾക്ക് അത്യാവശ്യം കഴിക്കേണ്ട അളവിൽ തന്നെ ഉണ്ടായിരുന്നു. ചിക്കൻ്റെ പീസസ് ഒക്കെ കുറവാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം ഹെവി ആയിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായി. കോളിഫ്ലവറൊക്കെ കഴിച്ചുകൊണ്ട് ബാക്കി ഏട്ടനാണ് കഴിച്ചിട്ടുണ്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ അച്ചാർ, പിന്നെ എള്ളുണ്ട, മീനച്ചാറൊക്കെ ആയിരുന്നു. അതൊക്കെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും കഴിക്കുന്നത് വയനാട് ഏരിയയിലെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരമേ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇത് കണ്ടിട്ട് എന്തായാലും കഴിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരവ് വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ വേഗം കൈയും കഴുകിയിട്ട് നമ്മൾ വരവ് കാണേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ
വരവ് വേങ്ങേരിൻ്റെ വരവായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കൂടി മുന്നിൽ പോയി നിന്നിട്ട് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. നല്ല തിരക്കായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ജംഗ്ഷൻ എന്നാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ടാണ് നിന്നിട്ടുണ്ടായത്. അവസാനം ആനയും വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ആനയായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണേണ്ടിയിട്ട്. നല്ല അടിപൊളി ശൃംഗാരിമേളായിരുന്നു. ഞാൻ മുന്നേ ഇങ്ങനത്തെ വരവൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെ കണ്ണൂർ മുളപ്പിലങ്ങാടി ചെറുപ്പക്കാവുണ്ട്. അപ്പോൾ ചെറുപ്പക്കാവിലേക്ക് ഇവിടുന്ന് അടിയറ പോവും, അതായത് വരവ് പോലെ തന്നെ പോവും. അപ്പോൾ നമ്മൾ അവരതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ശിങ്കാരിമേള ഒന്നും ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ നമുക്ക് കുറേ സമയം ഇങ്ങനെ കേട്ട് നിൽക്കാൻ തോന്നി. അപ്പോൾ ഈ വരവിൻ്റെ കൂടെ തന്നെ നമ്മളും അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി. എന്നുവെച്ചാൽ ലാസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി ഒരു കൊട്ടുണ്ടാവുമല്ലോ, അത് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക ചെയ്തിട്ടുണ്ടായത്. ഇന്ന് ഗാനമേളയായിരുന്നു സ്റ്റേജിൽ നടക്കുന്ന പരിപാടി. അപ്പോൾ വരവിന് മുന്നേ തന്നെ ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വരവ് വന്ന സമയം അവർ കുറച്ച് സമയം നിർത്തി വെച്ചിട്ട് പിന്നെയും തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗാനമേളയായിരുന്നു. രസമുണ്ടായിരുന്നു പാട്ടുകളൊക്കെ കേട്ടിരിക്കേണ്ടിയിട്ട്. പ്രോഗ്രാം കഴിയാൻ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ശരിക്കും അമ്പലത്തിൻ്റെ അടുക്കുന്ന വീട്ടിലേക്ക് ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ളൂ. പക്ഷേങ്കിൽ ഫുള്ള് തിരക്കായിട്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് വീട്ടിലെത്തിയത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല തിരക്കായിരുന്നു. തിരക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. നമുക്ക് ഗാനമേള കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും നടക്കാനില്ല.
പക്ഷെ ബ്ലോക്ക് കാരണം നമുക്ക് വരാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അത്രയും ജാമായിട്ട് ആൾക്കാരുണ്ടായത്. വണ്ടിയൊന്നും അല്ല, ആൾക്കാരെ കൊണ്ടായിരുന്നു തിരക്കുണ്ടായത്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗാനമേളയൊക്കെ നമ്മൾ കുറേ സമയം ഇരുന്ന് കേട്ട് നല്ല രസമുണ്ടായിരുന്നു. 2 റൈഡിലേ ഇന്ന് കയറാൻ പറ്റുള്ളൂ. എനിക്കൊന്നും ഓൺ വോയിസ് അവിടെ നിന്ന് പറയാൻ പറ്റില്ല, കാരണം പാട്ടുണ്ട്. അപ്പം ഞാൻ എന്നാലും ഓൺ വോയിസ് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്ന അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഓൺ വോയിസ് പറഞ്ഞില്ല. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഇനി നാളെയും കൂടി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. നാളെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 2 റൈഡിൽ കയറി. ഇനി നാളെ നമുക്ക് എന്തറൂഞ്ഞാലിലും കയറാനുണ്ട്. പിന്നെ എന്തായിരുന്നു ദീപോട്ടൻ്റെ പേര്? മരണക്കിണറിലും കയറാറുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ചിലപ്പോൾ ഞാനിത് 2 വീഡിയോ ആയിട്ടായിരിക്കും ഇടുക, അല്ലെങ്കിൽ ചെറിയ വീഡിയോ ആണെങ്കിൽ 2 കൂടി ഒരുമിച്ചിടാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.